പ്രിയമുള്ളവരെ, വളരെ കൂടിയിട്ടാണ് ഞാനൊന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഈ നീതി നിഷേധവുമായി ബന്ധപ്പെട്ട് എൻ്റെതവിടെ നിൽക്കട്ടെ, ഈ നാട്ടിൽ തന്നെ വല്ലവർക്കും നീതി നിഷേധിച്ചവർക്ക് ആ നീതി കിട്ടാൻ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലൊക്കെ പോയി മരിക്കണം എന്ന് ഞാൻ പോസ്റ്റിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല. ഇന്നൊരു സഹോദരൻ, ഒരു പാവപ്പെട്ട ഓട്ടോ തൊഴിലാളി, അവൻ്റെ ഉപജീവനത്തിനായിട്ട് ഓടിക്കുന്ന ഓട്ടോറിക്ഷ, അതിൻ്റെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി 8-9 മാസമായി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി നമ്മൾ? ഒരാൾക്ക് നീതി കിട്ടാൻ അയാൾ മരിക്കണം. മരിച്ചു കഴിഞ്ഞാലേ അവനക്ക് നീതിക്ക് വേണ്ടി ശബ്ദിക്കൂ എന്ന് പറഞ്ഞത് ഞാൻ വെറുതെ അല്ല. നമുക്ക് ന്യൂസ് ഒന്ന് കാണാം. ഇന്ന് രാവിലെയാണ് ഷൗക്കത്തിന്റെ പുതുതായി നിർമ്മിക്കുന്ന വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിന് തൊട്ടു മുൻപാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുന്നത്. അതായത് ഇതാണ് ഷൗക്കത്തിന്റെ ഓട്ടോറിക്ഷ. ഈ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് ലഭിക്കാനായി പലതവണ കൊണ്ടോട്ടി സബ് RT ഓഫീസിൽ കയറി ഇറങ്ങി, പക്ഷേ അത് ലഭിച്ചില്ല. ഏറ്റവും ആദ്യം എല്ലാവരും ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതൊരു ചെറിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റേത് വലിയ പ്രശ്നമാണ്, അതൊരു വെള്ളത്തിൻ്റെ കേസിലെ, വെള്ളം ഒലിച്ചു പോയ കേസിലെ പലരുടെ ചിന്താഗതി അങ്ങനെ. വെള്ളത്തിൻ്റെ കേസാണെങ്കിലും ഈ കേസാണെങ്കിലും അങ്ങനെ എന്തൊരു കേസാണെങ്കിലും അത് നമ്മളെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, അത് നീതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാഭിമാനമുള്ള ആളുകൾ പ്രതികരിക്കും. ഇയാൾ മരണപ്പെട്ടത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. അത് ചില മനുഷ്യരങ്ങനെ, ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല. സാധാരണക്കാരനായ ആളുകൾ ഇനി ഇതാരോട് പറയും? ഇവരല്ലേ തരേണ്ടത്, ഉദ്യോഗസ്ഥരല്ലേ നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് തരേണ്ടത്. അതിനപ്പുറം എന്തുണ്ടോ എന്നുള്ള ചിന്തയില്ല. പിന്നെ ഈ നിയമപരമായിട്ട് മുന്നോട്ട് എങ്ങനെ പോകും? എൻ്റെ കേസിനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പരാതി കൊടുത്ത് അത് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള കേസുകൾക്കൊന്നും നടപടി എടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ നമ്മുടെ സിസ്റ്റമാണ് ശരിയാകേണ്ടത്. ശരിയാക്കേണ്ട ഉദ്യോഗസ്ഥർ നീതിയുക്തമായി ഇവിടെ നിന്നാൽ, ഈ നീതിയുക്തമായി പ്രവർത്തിച്ചാൽ ഇവിടെ ഒരുപാട് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ആത്മഹത്യകൾ അടക്കം കുറക്കാം. കുറേ പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാം. ഇവിടെ പാവപ്പെട്ടവന് ഒരു നീതി, അതായത് വലിയ സ്വാധീനങ്ങളോ സാമ്പത്തികമായിട്ട് അത്ര ഉയർച്ചയില്ലാത്തവർക്കോ അവർക്കൊരു നീതി, അഥവാ ഒരു സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ആൾക്ക്, രാഷ്ട്രീയമായി സ്വാധീനമുള്ളവർക്ക് അവർക്ക് വേറൊരു നീതി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് മാറും, എങ്ങനെ മാറും, ഒരു ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് നീതി നിഷേധിച്ച ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, ഒരാൾ നമുക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി മനസ്സ് വിഷമിച്ച് ഈ ആത്മഹത്യ പോലെയുള്ള രീതിയിലേക്ക് നീങ്ങരുത്. നമ്മൾ പ്രതികരിക്കുക, പോരാടുക. ഇവിടെ ഒരുപാട് അവകാശങ്ങൾ നമുക്കുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ അത് തരുന്നില്ലെങ്കിൽ അത് മേലുദ്യോഗസ്ഥനെ നമുക്ക് പരാതിയായിട്ട് സമർപ്പിക്കാം. അത് നാട്ടിലുള്ള കുറച്ചറിയുന്ന ആളുകളോടും, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സാധാരണക്കാരനായ ആളുകൾക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല. അങ്ങനെ അറിയുന്ന ആളുകൾ, ചിലപ്പോൾ പാർട്ടിക്കാരിലൊക്കെ മികച്ച് അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ ഒരു കാര്യം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളൊരിക്കലും രാഷ്ട്രീയമായി അടിമപ്പെടരുത്. രാഷ്ട്രീയ ബോധം ഉള്ളവരായി വളരുക. രാഷ്ട്രീയമായി അടിമപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ ഒരു നീതി നിഷേധം അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ, അവൻ ഇന്ന പാർട്ടിക്കാരനാണ് അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നമ്മളെ പാർട്ടിയാണ് ഇപ്പോൾ ഭരണം, അപ്പോൾ ആ ഭരണത്തെ ഇല്ലാതാക്കാനാണ് അവൻ ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ തോന്നും. ആദ്യം സത്യസന്ധമായി കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുക. നീതിയുക്തമായ നാളുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.